നമസ്കാരം. ഇന്ന് നമുക്ക് വഞ്ചിപ്പാട്ടിൻ്റെ ലാസ്റ്റ് പോർഷൻ പരിചയപ്പെടാം. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് വരുന്നത് നമ്മളിങ്ങനെ നിൽക്കുന്നതിൻ്റെ ഈ ലെഫ്റ്റ് കാലിൻ്റെ അടുത്തേക്ക് റൈറ്റ് കൊണ്ടുവന്ന് ചവിട്ടി വീണ്ടും എടുത്തു. ഇത്രയേ വരുള്ളൂ. സാധാരണ നമ്മൾ ആ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 2 3 4 5 6 7 8 ഇതാണ്. പക്ഷെ നമ്മൾ 2 സ്റ്റെപ്പ് കഴിഞ്ഞാൽ തന്നെ മാറ്റും. അപ്പോൾ 2 എണ്ണം കഴിഞ്ഞ് മൂന്നാമത്തത് ഇങ്ങനെ പിടിക്കും. എന്നിട്ട് നടന്ന് 1 2 3 1 2 3. ഈ കൈയിൻ്റെ പിടുത്തം ശ്രദ്ധിച്ചോ? ഇങ്ങനെ വിരലുകൾ തമ്മിൽ ഇങ്ങനെ കോർത്തിട്ടാണ്. പലതരത്തിലുള്ള പിടിക്കലുണ്ട്. ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ പിടിക്കും. ഇതൊന്നുമല്ല. ഈ നമ്മൾ എടുത്തു കഴിഞ്ഞ ഉടനെ തന്നെ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെയാണ് പിടിക്കുക. എന്നിട്ട് അത്രയും ലൂസാക്കിയിട്ട് വേണം വിടാൻ. 1 2 3 1 2 3. ഇവിടെ നിന്നാൽ മതി. ഉള്ളിൽ കണ്ടോ? കാല് ചേർത്ത് വെച്ച് താഴ്ന്നിരിക്കും. ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും. ഇതൊക്കെ ഈ കൈ കോർത്ത് പിടിച്ചിട്ടുള്ള സ്റ്റൈല് പൊതുവെ ഈ ഒരു അകത്ത് മാത്രമേ കണ്ടുവരുന്നുള്ളൂ. തെക്കോട്ടൊന്നും ചിലപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റൈൽ ഉണ്ടാവില്ല. ഇത് ഈ നാട്ടിലൊരു രീതിയാണ്. ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ താളം ഒന്നുകൂടെ മുറുകും. ഈ കൈ വിടാതെ 1 2 3 4 1 2 3 4. ഈ സ്റ്റെപ്പ് നമ്മൾ ഇങ്ങനെ കൊട്ടിയെടുക്കില്ലേ? അതേ കാലാണ്. കൈ ഇങ്ങനെ വീശുന്നു എന്ന് മാത്രം. കൈ കണ്ടോ? കൈ ഇങ്ങനെ വീശുന്നു എന്നേ ഉള്ളൂ. കാല് അത് തന്നെയാണ്. അപ്പം നമ്മൾ 2ഉം 4ഉം സ്റ്റെപ്പുകൾ നീങ്ങാനെടുക്കും. 1 അവിടെ ചവിട്ടി കഴിഞ്ഞാൽ 2 കയറ്റി വയ്ക്കും. 3 നേരെ പുറകിൽ കുത്തി വീണ്ടും കയറ്റും. 1 എവിടെ ചവിട്ടി 2 കയറ്റി. അങ്ങനെയാണ് ആ സ്റ്റെപ്പ് നമ്മൾ നീങ്ങി പോകുന്നത്. അത് ആരോ ഇന്നലെ ചോദിച്ചിരുന്നു എങ്ങനെയാണ് നീങ്ങേണ്ടത്. അപ്പോൾ ഫസ്റ്റും തേർഡും ഫ്രണ്ടിലും പുറകിലും വരും. 2ഉം 4ഉം സർക്കിൾ. എപ്പോഴും നമ്മൾ കൂടുതൽ സ്റ്റെപ്സും വെക്കുന്നത് ഇങ്ങനെ പ്രദക്ഷിണമായിട്ടായിരിക്കും. പെയർ സ്റ്റെപ്സിന് മാത്രമേ, അതും ഇന്നലൊരു ഡൗട്ട് ആരോ പറഞ്ഞു, നമ്മൾ ഈ സൈഡിലേക്ക് കളിക്കും. അതായത് ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് കളിച്ച് പോകുന്ന സ്റ്റെപ്സ് ഉണ്ട്. പലപ്പോഴും അത് പെയറായിട്ടായിരിക്കും. ഇനി ഈവൻ കൈ കോർത്ത് പിടിച്ചിട്ടുള്ള സ്റ്റെപ്പിനാണെങ്കിൽ പോലും ആദ്യം ഇങ്ങനെ നടക്കുന്ന സ്റ്റെപ്പ് ഉണ്ടായിരിക്കും. പക്ഷെ അല്ലാതെ ഒറ്റയ്ക്ക് കളിക്കുമ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ ഈ സർക്കിളിലേക്ക് ഇങ്ങനെ പോലെ അപ്രദക്ഷിണമായിട്ട് നമ്മൾ പോവാറില്ല. അപ്പോൾ ഇവിടെ ഒരു വിളക്കും പറയൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മളെപ്പോഴും അതിന് പ്രദക്ഷിണം വെക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രീതി. ഇനി അടുത്ത സ്റ്റെപ്പ് വരുന്നത് ഈ ഫ്രണ്ടിലേക്ക് 1 2 3 1 2 3 കഴിഞ്ഞാൽ പിന്നെ 1 2 3 4 1 2 3 4 കഴിഞ്ഞാൽ പിന്നെ റൈറ്റ് സൈഡ് കുത്തി അതേ എടുത്ത് കാലെടുത്ത് വെച്ചു. ലെഫ്റ്റ് കുത്തി അത് തന്നെ കയറ്റി വെച്ചു. അപ്പോൾ ഒന്നും ഈ കയ്യിന് ശരിക്കും സത്യം പറഞ്ഞാൽ ഒരു പണിയില്ല. നല്ലപോലെ ഇഞ്ചു പോലെ ക്രോസ് ചെയ്യണം കാല്. അപ്പം കിട്ടുന്ന താഴലാണ്. ഓക്കെ. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ താളം വീണ്ടും നല്ലപോലെ മുറുകും. നമ്മൾ പലതിലും കളിച്ചിട്ടുള്ള സ്റ്റെപ്പായിരിക്കും. കൈ ഫ്രണ്ടിലേക്ക് നീട്ടിപ്പിടിച്ച് 1 2 3 4 1 2 3 4 1 2 1 2 3 വീണ്ടും 1 2 3 4 1 2 3 4 1 2 1 2 3. ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, ഈ കൊട്ടിക്കഴിഞ്ഞാൽ കൈ താഴെ ഇടാൻ മറക്കരുത്. അതായത് ഇങ്ങനെ അറിയാതെ നമ്മൾ പിടിച്ചു പോകും. അതാണ് ഇതിൽ ബോറാവുന്നത്. പിന്നെ പലരും ആക്ഷൻ മാത്രമായിട്ട് കളിക്കും. അതിന് കൊട്ടുണ്ടാവില്ലേ? ഇത്രയേ ഉള്ളൂ. അതും നമുക്ക് വേണ്ട. ഇങ്ങനെ അങ്ങ് കൊട്ടിക്കോളും. ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ ആ ഒരു സ്റ്റൈല് കിട്ടണം. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഒരു സ്റ്റെപ്പും കൂടി നമുക്കുള്ളൂ. 1 2 3 1 2 3 തിരിഞ്ഞ് ചാടി കൊട്ടി. ഇതിനെ പറ്റി ഒന്നുകൂടെ പറഞ്ഞുതരാം. 1 അരയടി ഫ്രണ്ടിലേക്ക് വെച്ചു, ഇതും എടുത്തു. ഇനിയിപ്പോൾ അതൊരു കറക്കം കറങ്ങിയില്ലേ? അതിന് ശരിക്കും ഇപ്പം നമ്മൾ ഓഡിയൻസിനെ ഫേസ് ചെയ്തിട്ടായിരിക്കും അടുത്തതിന് സർക്കിളിക്കും. അതായത് 2 ചുവട് വെക്കുക തന്നെയാണ് അവിടെ. ആ സമയം എടുത്ത് തന്നെ കറങ്ങണം. അല്ലാതെ ഇങ്ങനെ അങ്ങ് കറങ്ങരുത്. അങ്ങനെ കറങ്ങാതെ റൈറ്റ് ആദ്യം പുറത്തേക്ക് വെച്ചു, ഉള്ളിലേക്ക് വെച്ചു, എന്നിട്ട് ചാടി ചവിട്ടി. ഈ ചാടുമ്പോൾ മുട്ട് ചേർത്ത് വെച്ചിട്ടാണ്. ഇങ്ങനെ ചാടല്ലേ, മുട്ട് ചേർത്ത് വെച്ച് ചാടി അവിടെ ചവിട്ടി. ഇനി നമ്മൾ ആദ്യം ഇങ്ങനെ കൈയെടുക്കുമ്പോൾ കാലുണ്ടായിരുന്നില്ലേ? ആ സ്റ്റെപ്പ് 1 2 3 4
1 2 3 4 1 2 3 4. ഇത്രയാണ് വഞ്ചിപ്പാട്ടിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമുക്കിത് പാട്ടിൻ്റെ കൂടെ ഒന്ന് കളിച്ചു നോക്കാം. മുട്ടിനോളം നീരിൽ മുങ്ങി മുടിയുലച്ചു കന്യമൂവള കയ്യുകളാൽ മാറിടം പൊത്തി കന്യകമാർ കൈകൾ കൂപ്പി കള്ളനവൻ ചില നൽകി നീലാവിലവരുടെ നാണം തുളുമ്പി നീലാവിലവരുടെ നാണം തുളുമ്പി നാണം തുളുമ്പി നാണം തുളുമ്പി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം.